ഇതാണ് ആമസോൺ. ഈ കാട്ടിലേക്ക് നിങ്ങൾ വെറുതെ ഒന്ന് നടക്കാനിറങ്ങിയാൽ പോലും കാടിന്റെ പുറത്തെത്താൻ ദിവസങ്ങളോളം സമയമെടുക്കും. ഈ യാത്രയിൽ നിങ്ങൾ നേരിടേണ്ടി വരിക വലുതോ ചെറുതോ എന്നതിൽ ഒരു കാര്യമില്ലാത്ത അത്തരം മൃഗങ്ങളെയായിരിക്കും. ഇവ രണ്ടിൻ്റെയും ഒരേ ഒരു ലക്ഷ്യം നിങ്ങളേക്കൊന്ന് വയറ് നിറയ്ക്കുക എന്നത് മാത്രമായിരിക്കും. കാരണം ഇവ ജീവനെടുക്കാൻ മാത്രം ശേഷിയുള്ളവയാണ്. ഈ കാട് ഭൂമിയുടെ ഉപരിതലത്തിൽ 55 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തായി വ്യാപിച്ചു കിടക്കുന്നു. ഈ പ്രദേശം എത്രത്തോളം വലുതാണെന്ന് വെച്ചാൽ ഇതിൽ 157 രാജ്യങ്ങൾ വരെ എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കും. ഈ കാട് 8 രാജ്യങ്ങളായി വ്യാപിച്ചു കിടക്കുന്നു. ഈ പ്രദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കാട് അമേരിക്കൻ സ്റ്റേറ്റിൽ നിന്ന് തുടങ്ങി കൊളംബിയ, ഗാന, ബ്രസീൽ, പെറു എന്നിവയിലൂടെ കിടന്ന് ബൊളീവിയയിൽ ചെന്ന് അവസാനിക്കുന്നു. ഈ നിമിഷം ശ്വാസമെടുക്കുന്ന ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമുള്ള ഓക്സിജന്റെ 20% നമുക്ക് ലഭിക്കുന്നത് ഇവിടെ നിന്നാണ് എന്ന കാര്യം അറിയുമ്പോൾ നിങ്ങൾക്കത് അത്ഭുതമായി തോന്നും. 40,000 കോടി മരങ്ങളുള്ള ഈ കാട്ടിൽ പൂർണ്ണമായും പ്രകൃതിയുടെ ഭരണം മാത്രമാണുള്ളത്. ഇന്ന് നിങ്ങൾ ആമസോൺ കാടിനെ കുറിച്ച് ഇതുവരെ കേട്ടില്ലാത്ത അമ്പരപ്പിക്കുന്ന ചില യഥാർത്ഥ്യങ്ങൾ അറിയാൻ പോവുകയാണ്. സ്റ്റോറി ലോകത്തിന്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ആമസോൺ കാടിന്റെ ആകെ വിസ്തീർണം 55 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണെങ്കിലും ഇതിന്റെ അതിർത്തിയിലൂടെ ഒരു പൂർണ്ണമായ വട്ടമടിച്ചാൽ ആമസോൺ കാടിന്റെ അതിർത്തി 14,000 കിലോമീറ്റർ നീളമുള്ളതായി മാറും. അതായത് ഇതിന്റെ ദൂരം മുംബൈയിൽ നിന്ന് ന്യൂഡൽഹി വരെ 7 തവണ യാത്ര ചെയ്യുന്നതിന് തുല്യമാണ്. വലുതും നിബിഡവുമായ ഈ കാടിനെ ആമസോൺ റെയിൻ ഫോറസ്റ്റ് എന്ന് വിളിക്കാൻ കാരണം ഇവിടെ വർഷം മുഴുവൻ മഴ പെയ്യാതെ ഒരു വാരം പോലും കടന്നു പോകില്ല എന്നതുകൊണ്ടാണ്. ആമസോൺ കാട് അത്രയധികം നിബിഡമായ ഒന്നാണ്. ഇവിടെ എപ്പോൾ മഴ പെയ്താലും മഴവെള്ളം മരങ്ങളിൽ നിന്ന് താഴേക്ക് വീഴാൻ 10 മിനിറ്റോളം സമയമെടുക്കും. ഈ നിബിഡത കാരണം ഇവിടെ പകൽ സമയത്തും രാത്രി പോലെ കടും ഇരുട്ടായിരിക്കും. കാരണം ഇടതൂർന്ന മരങ്ങൾ സൂര്യപ്രകാശത്തെ പോലും കടത്തിവിടില്ല. ഇവിടെയുള്ള ഈ മഴയും മികച്ച പരിസ്ഥിതി വ്യവസ്ഥയും കാരണം ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത ജീവജാലങ്ങളും പക്ഷികളും സസ്യങ്ങളും ആമസോൺ കാടുകളിൽ മാത്രം കാണപ്പെടുന്നു. ഇവിടെ ഇതുവരെ 40,000 സസ്യ ഇനങ്ങളും 1300 വിവിധ ഇനങ്ങളിലുള്ള വിളവെടുപ്പുള്ള പക്ഷികളും 2200-ലധികം മത്സ്യങ്ങളും 272 സസ്തനികളും 380 വിചിത്രമായി കാണപ്പെടുന്ന മൃഗങ്ങളുടെ പല വംശങ്ങളും നിലവിലുണ്ട്. ഇവിടത്തെ ചെറിയ പ്രാണികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഇതുവരെ 25 ലക്ഷം വ്യത്യസ്ത ഇനങ്ങളിലുള്ള വിഷമുള്ള പ്രാണികളെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കാട് പുറത്തുനിന്ന് കാണാൻ എത്രത്തോളം മനോഹരമാണോ ഉള്ളിലത് എത്രത്തോളം തന്നെ അപകടകരവുമാണ്. കാരണം ഇവിടെ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. ഇവിടെ അങ്ങേയറ്റം അപകടകാരികളായ ചെറുതും വലുതുമായ മൃഗങ്ങൾ കാണപ്പെടുന്നു. ഏതെങ്കിലും ഒരു മനുഷ്യൻ അബദ്ധത്തിൽ പോലും ഈ കാട്ടിൽ പ്രവേശിച്ചാൽ ഈ കാട്ടിൽ അവൻ ആദ്യം നേരിടേണ്ടി വരിക ഗ്രീൻ അനാക്കൊണ്ടയെ ആയിരിക്കും. ഈ ഗ്രീൻ അനാക്കൊണ്ട ലോകത്തിലെ ഏറ്റവും വലുതും വിഷമുള്ളതുമായ പാമ്പാണ്. ഇതിന് ഏകദേശം 30 അടി നീളവും 250 കിലോ തൂക്കവും ഉണ്ടാകും. ഇതിന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇത് ഇരപ്പിടിക്കുമ്പോൾ തന്നേക്കാൾ വലുപ്പമുള്ള നല്ലൊരു മൃഗത്തെ പോലും ഒരൊറ്റ വലിക്ക് ജീവനോട് വിഴുങ്ങും. ആമസോൺ നദിയിൽ അനാക്കൊണ്ടയെ പോലെ അപകടകാരികളായ പാമ്പുകളുടെ ആയിരക്കണക്കിന് വംശങ്ങൾ നിലവിലുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങളെയും ഏതെങ്കിലും ഉറുമ്പ് തീർച്ചയായും കടിച്ചിട്ടുണ്ടാകും. കാരണം ഈ ഉറുമ്പുകൾ ഗോതമ്പ് മണിയേക്കാൾ ചെറുതാണ്. എന്നാൽ അവ പോലും മനുഷ്യ ശരീരത്തിൽ കടിക്കുമ്പോൾ ശരീരം മുഴുവൻ വേദന കൊണ്ട് വിറച്ചു പോകും. എന്നാൽ ആമസോൺ കാട്ടിൽ ഉറുമ്പുകളുടെ മറ്റൊരു പ്രത്യേക വംശം കാണപ്പെടുന്നു. ഇതിന്റെ കടി അങ്ങേയറ്റം വേദനാജനകമാണ്. ബുള്ളറ്റ് ആൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നതും ഉള്ളിൽ വിഷം സൂക്ഷിക്കുന്നതുമായ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഉറുമ്പാണ്. ഇതിന് കുറഞ്ഞത് 4 സെന്റിമീറ്റർ എങ്കിലും നീളമുണ്ടാകും. ഇത് അബദ്ധത്തിലെങ്കിലും മനുഷ്യനെ കടിച്ചാൽ അതുണ്ടാക്കുന്ന വേദന എത്രത്തോളം കഠിനമായിരിക്കുമെന്ന് വെച്ചാൽ അത് മനുഷ്യന്റെ ജീവൻ വരെ എടുത്തേക്കാം. എന്നാൽ ഇതിന് ബുള്ളറ്റ് ആൻഡ് എന്ന് വിളിക്കാൻ കാരണം ഇതിന്റെ കടിയേറ്റ ആളുകൾ പറയുന്നത് ഇതിന്റെ കടിയുടെ വേദന വെടിയുണ്ട ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയ്ക്ക് തുല്യമാണ്. ആയിരക്കണക്കിന് മൈലുകളോളം പരന്നുകിടക്കുന്ന ഈ കാട്ടിൽ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും നീളവും കൂടിയതും ജലപ്രവാഹത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലുതുമായ നദിയും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതാണ് ആമസോൺ നദി. ഇതിന്റെ ആകെ നീളം 6840 കിലോമീറ്റർ ആണ്. ആമസോൺ കാട്ടിൽ മുഴുവൻ പെയ്യുന്ന മഴവെള്ളവും ഒരുമിച്ച് കൂടി ഈ നദിയിലൂടെ ഒഴുകി സമുദ്രത്തിൽ ചെന്ന് പതിക്കുന്നു. ഏകദേശം 329 അടി ആഴമുള്ള ഈ നദിയിൽ ആയിരക്കണക്കിന് ക്രൂരന്മാരും ഭീമാകാരവുമായ ചീങ്കണ്ണികളാണ് ജീവിക്കുന്നത്. അവ തങ്ങളുടെ വിശപ്പടക്കാൻ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തവരാണ്. അത്ഭുതകരമെന്ന് പറയപ്പെട്ട ആമസോൺ നദിയിലൂടെ ഓരോ സെക്കൻഡിലും 2,19,000 ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ ജലത്തിന്റെ അളവ് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിലൂടെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈജിപ്തിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ നീന്തൽക്കുളമായ സിറ്റി ഷാർഷം അൽ ഷൈഖ് നിറയ്ക്കാൻ ആമസോൺ നദിക്ക് ഒരൊറ്റ സെക്കൻഡ്
സെക്കൻഡ് മാത്രം മതിയാകും. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ മറ്റൊരു നദിക്കും ആമസോൺ നദിയോട് മത്സരിക്കാൻ കഴിയില്ല. അവിടെ മനുഷ്യരുടെ ഇടപെടൽ കുറവായതുകൊണ്ട് ആമസോൺ നദിയിൽ വിചിത്രമായ പല ജീവികളും വസിക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് പിങ്ക് ഡോൾഫിൻ. പ്രകൃതിയുടെ ഈ വിചിത്രമായ സൃഷ്ടിക്ക് ഏകദേശം 9 അടി നീളവും 200 കിലോ തൂക്കവും ഉണ്ട്. ഈ പിങ്ക് ഡോൾഫിനുകൾ മറ്റു ഡോൾഫിനുകളെ അപേക്ഷിച്ച് വളരെ വേഗതയേറിയതും ബുദ്ധിയുള്ളവരുമാണ്. കാരണം ഇവയുടെ തലച്ചോറ് വളരെ വലുതാണ്. സാധാരണയായി ഡോൾഫിനുകൾ മനുഷ്യരുമായി പെട്ടെന്ന് ഇണങ്ങാറുണ്ട്. എന്നാൽ മനുഷ്യരെ പോലും ആക്രമിക്കാൻ സാധ്യതയുള്ള ഒരേയൊരു ഡോൾഫിൻ വംശം ഈ പിങ്ക് ഡോൾഫിനുകളാണ്. കഴിഞ്ഞ 250 വർഷങ്ങളായി ആമസോൺ നദിയിൽ ഇലക്ട്രിക് ഈൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു തരം മത്സ്യം ജീവിച്ചിരിക്കുന്നുണ്ട്. അത്ഭുതകരമെന്ന് പറയപ്പെട്ട ഇതൊരു തരം മത്സ്യമാണ്. ഇത് സ്വന്തം പ്രതിരോധത്തിനായി വൈദ്യുതാഘാതം പുറപ്പെടുവിക്കുന്നു. ഇത് ഇതുവരെ 860 വോൾട്ട് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആമസോൺ നദിയിൽ ഇലക്ട്രിക് ഈൽ മനുഷ്യർക്ക് ഉയർന്ന വോൾട്ടേജ് കറണ്ട് നൽകി സംഭവ സ്ഥലത്ത് തന്നെ അവരെ കൊലപ്പെടുത്തിയ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യരുടെ കാര്യം പോട്ടെ, ഈ മത്സ്യവംശം തങ്ങളെക്കാൾ 100 മടങ്ങ് വലുപ്പമുള്ള മൃഗങ്ങളെ പോലും വെറുതെ വിടാറില്ല. ഇതിനു മുന്നിൽ ആര് വന്നാലും ശരി, വൈദ്യുതിയുടെ ഒരൊറ്റ ഷോക്ക് നൽകി അവരെ മരണത്തിലേക്ക് തള്ളിവിടും. ഇലക്ട്രിക് ഈലിന് 860 വോൾട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇത് ഏത് ജീവജാലത്തിന്റെയും നാഡീവ്യവസ്ഥയെ തകർക്കാൻ പര്യാപ്തമാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ആമസോൺ കാടുകളിൽ വെള്ളം എപ്പോഴും തെളിച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നദിയുമുണ്ട്. 6.5 കിലോമീറ്റർ നീളമുള്ള ഉള്ളിൽ നിന്ന് പുക പുറന്തള്ളുന്ന ഈ നദി പെറുവിന്റെ അതിർത്തിയിൽ വരുന്ന ആമസോൺ നദിയുടെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഈ നദിയിലെ വെള്ളത്തിന്റെ താപനില 90 മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഇതിൽ ഏത് സാധനവും വളരെ എളുപ്പത്തിൽ വേവിച്ചെടുക്കാൻ സാധിക്കും. വർഷം മുഴുവൻ ഈ നദിയിലെ വെള്ളം എപ്പോഴും തെളിച്ചുകൊണ്ടിരിക്കുമെങ്കിലും ഇതിന്റെ യഥാർത്ഥ കാരണം ആർക്കും അറിയില്ല. ആമസോൺ കാടുകളിൽ ഭയാനകമായ മൃഗങ്ങൾ മാത്രമല്ല, ഇവിടെ 400-ലധികം ആദിവാസി ഗോത്രങ്ങളും താമസിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു സുഹൃത്തെ, വീഡിയോ അവസാനം വരെ കണ്ടതിൽ വളരെ നന്ദിയുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ആമസോൺ കാടിനെ കുറിച്ചുള്ള ഈ അത്ഭുതകരമായ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ രസകരമായ വീഡിയോകൾക്കായി എൻ്റെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ നന്ദി, നമസ്കാരം.